സത്യവേദ പുസ്തകം. നമുക്കറിയാം 66 പുസ്തകങ്ങൾ അടങ്ങിയ പുസ്തകമാണ് സത്യവേദ പുസ്തകം. ഇതിലെ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകവും ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകവുമാണ്. നമുക്കറിയാം ഈ പുസ്തകത്തെ പഠനത്തിന് വിധേയമാക്കി പല തരംതിരിച്ചാണ് പഠിക്കുന്നത്. പ്രാരംഭത്തിൽ മോശയുടെ പഞ്ചഗ്രന്ഥം എന്നറിയപ്പെടുന്ന 5 പുസ്തകം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ശേഷമായിട്ട് ചരിത്ര പുസ്തകങ്ങളാണ്. യോശുവയുടെ പുസ്തകം മുതൽ എസ്തേറിൻ്റെ പുസ്തകം വരെ ചരിത്ര പുസ്തകങ്ങളാണ്. പിന്നീട് കാവ്യ പുസ്തകങ്ങളാണ്. അത് നമുക്കറിയാം. സദൃശവാക്യവും സങ്കീർത്തനങ്ങളും ഉത്തമഗീതമല്ല. പിന്നീട് പ്രവചന പുസ്തകങ്ങളാണ്. യെശയ്യാ പ്രവചനം മുതൽ മലാക്കി വരെയുള്ളതായ പ്രവചന പുസ്തകങ്ങൾ. അപ്പോൾ തന്നെ പ്രവചന പുസ്തകങ്ങളെ രണ്ടായിട്ടാണ് തരംതിരിച്ച് പഠിക്കുന്നത്. വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും. അതിൽ വലിയ പ്രവാചകന്മാരാണ് യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ. ചെറിയ പ്രവാചകന്മാരാണ് ഹോശേയ മുതൽ മലാക്കി വരെയുള്ളതായ പ്രവാചകന്മാർ. നമ്മൾ ഇന്ന് രാത്രി വലിയ പ്രവചന പുസ്തകമാകുന്ന യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവെടുത്താണ് തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായി വായിച്ചത്. വേദപുസ്തകം പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരായി ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിന് 1-2 കാര്യങ്ങൾ. ഈ പ്രവചന പുസ്തകങ്ങളിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഒന്ന്, വേദപുസ്തകം 66 പുസ്തകങ്ങൾ എന്നതുപോലെ യെശയ്യാ പ്രവചനം 66 അധ്യായങ്ങളാണ്. മാത്രമല്ല യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ വേറൊരു വിശേഷത, ഇദ്ദേഹം ഒരു രാജകുടുംബത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു യെശയ്യാവ്. തന്നെയുമല്ല, ഇദ്ദേഹം പ്രവാചകനാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു പ്രവാചകിയാണ്. 2 ആൺപിള്ളേരെ ലഭിച്ചു. അതും ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്നെയുമല്ല, യെശയ്യാ പ്രവാചകന് വേദപണ്ഡിതാക്കൾ കൊടുത്തിരിക്കുന്ന ഒരു വിശേഷണ പദം സുവിശേഷ പ്രവാചകൻ എന്ന. സുവിശേഷ പ്രവാചകൻ. കാരണം സുവിശേഷത്തെ പറ്റി നന്നായിട്ട് ഈ പ്രവചന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം എന്താണ് സുവിശേഷം. വായിക്കാം. തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം. അറിവുള്ള വാക്യമാണ്, അതുകൊണ്ടൊന്ന് വായിച്ചു തരും. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. മോനെ, എനിക്ക് ഈ മൈക്ക് ഒരു സുഖമായിട്ട് വരുന്നില്ല. ഞാൻ ഒത്തിരി വേറൊരു മൈക്ക് തന്ന. നിങ്ങളിപ്പോൾ ചിന്തിക്കുക, എളുപ്പം ഭൂലോകം മെനക്കെടാമെന്നായിരിക്കും. ദൈവത്തിന് മഹത്വം. ചെലമ്പിച്ചിരിക്കുക. എല്ലാ ദിവസവും ഇങ്ങനെ പ്രസംഗവും ഉറക്കമുള്ളപ്പോൾ യാത്രയൊക്കെ ഉള്ളത് കൊണ്ട് ഇത് മൈക്ക് ശരിയായി വന്നില്ലേ, വലിയ ബുദ്ധിമുട്ടാണ്. നോക്കട്ടെ. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വമില്ല. ഇത് തന്നെ എല്ലാം കാണാം. അപ്പോൾ യെശയ്യാ പ്രവാചകന് കൊടുത്തിരിക്കുന്ന ഒരു വിശേഷണ പദം സുവിശേഷ പ്രവാചകൻ എന്ന. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം എന്താണ് സുവിശേഷം. അതാണിപ്പം വായിച്ചു കേട്ടത്. വായിച്ചാട്ട മോളെ. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക.
അതാകുന്നു എന്റെ അപ്പൊ സുവിശേഷം. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, എന്താണ് സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തു. പറഞ്ഞു കൊടുക്കന്നെ സൗണ്ട് ലേശം കൂടെ കുറയും. ദൈവത്തിന് കുഴപ്പമില്ല, ഇന്നിങ്ങനെ പോട്ടെ, നാളെ നമുക്ക് ഇപ്പം ആദ്യ ദിവസം ആകുമ്പം പല അപാകത വരും, കുഴപ്പമില്ല. അപ്പം ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? നസറായനാകുന്ന യേശു ക്രിസ്തു. ഒന്നുകൂടെ ആ വാക്യം വായിച്ചു. മിക്കവാറും ഈ വാക്യം മാത്രം ഇന്ന് വായിച്ചു തീർന്നുകൊണ്ട്. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. അതാകുന്നു സുവിശേഷം. അപ്പൊ ഇന്ന് രാത്രി ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? നസറായനാകുന്ന യേശു ക്രിസ്തു. അത് ഇവിടെ പ്രാരംഭത്തിൽ ഓർപ്പിച്ചല്ലോ. സുവിശേഷം നസറായനാകുന്ന യേശു ക്രിസ്തു. അടുത്തത് വിശദീകരിക്കുന്നില്ല, തൊട്ട് പോവുക. എന്തിനാണ് സുവിശേഷം? തീത്തോസിന്റെ ലേഖനം 2:11 ഒറ്റ വാക്ക് പറഞ്ഞാൽ സകല മനുഷ്യനും രക്ഷപ്പെടാൻ. വായിച്ചേ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ മതി. ഉദിച്ചുവല്ലോ. അപ്പം സകല മനുഷ്യനും രക്ഷപ്പെടാൻ വേണ്ടിയാണ് സുവിശേഷം. മറ്റൊരുത്തനിലും രക്ഷയില്ല, യേശു ക്രിസ്തു മാത്രം രക്ഷിതാവ്. 3, ആരാണ് സുവിശേഷം കേൾക്കേണ്ടത്? മർക്കോസ് അത്യാവശ്യ കാര്യങ്ങൾ മാത്രം. അത്യാവശ്യം. ഇന്നിപ്പം മൈക്കും ഇങ്ങനെ ആയതുകൊണ്ട് അത്യാവശ്യ കാര്യം പറഞ്ഞാൽ മതി. എന്നാൽ സുവിശേഷം മുമ്പേ സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതാണ്. അപ്പോൾ സകല ജാതികളും ഈ സുവിശേഷം കേൾക്കണം. ശ്രദ്ധിച്ചിരിക്കണം. ഇന്ന് ശ്രദ്ധിച്ചിരുന്നാലേ വല്ലതും പിടി കിട്ടുകയുള്ളൂ. അപ്പം എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാണ് സുവിശേഷം കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം. 4, ഇത് എങ്ങനെയാണ് പറയേണ്ടത്? അതിനൊത്തിരി വാക്യങ്ങളുണ്ട്, എല്ലാം പീഡിപ്പിക്കുന്നില്ല. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1:5 ഇതെങ്ങനെ പറയണം? ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ. അപ്പോൾ ഇത് ഇങ്ങനെയാ പറയേണ്ടത്: ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും പറയണം. ഇനി അടുത്തത്, അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് ഇത് കേൾക്കേണ്ടത്? ഇപ്പം വായിച്ച അധ്യായത്തിന്റെ 6-ാം വാക്യം. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട്. മതി. അപ്പോൾ ഇതെങ്ങനെ കേൾക്കണം? ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളണം. അപ്പം എന്താണ് സുവിശേഷം? എന്തിനാണ് സുവിശേഷം? ആരാണ് കേൾക്കേണ്ടത്? എങ്ങനെയാണ് പറയേണ്ടത്? ഇത് എങ്ങനെ കേൾക്കണം? 6 ഈ സുവിശേഷം കേട്ടവരും പറയുന്നവരും എങ്ങനെ ആയിരിക്കണം? ഒരു വാക്യം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9:12. മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേൽ ഈ അധികാരമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്രയധികം, എങ്കിലും ഞങ്ങൾ ഈ അധികാരം പ്രയോഗിച്ചിട്ടില്ല. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരുത്താതിരിപ്പാൻ. യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരുത്താതിരിപ്പാൻ സകലവും പൊറുക്കുന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, ഇത് വിശ്വസിച്ചവരും കേട്ടവരും പ്രസംഗിക്കുന്നവരും പറയുന്നവരും എല്ലാം ക്ഷമിക്കുന്നവരായിരിക്കണം. അങ്ങനെ വേണം.
5 വർഷവും 8 വർഷവും 10 വർഷവും 20 വർഷമൊക്കെ ആയിട്ട് ഇത് കേട്ടവരും വിശ്വസിച്ച് വരാം. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ എല്ലാം ക്ഷമിക്കുന്നവരായിരിക്കണം. ദൈവത്തിന് മഹത്വം. അവിടെ വിവരിക്കുന്നില്ല. അപ്പോൾ എന്താണ് സുവിശേഷം, എന്തിനാണ് സുവിശേഷം, ആരാണ് കേൾക്കേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത്, എങ്ങനെ ഇത് കേൾക്കണം, കേൾക്കുന്നവരെങ്ങനെ ആയിരിക്കണം. അടുത്ത പോയിൻ്റ്, എന്താണ് സുവിശേഷത്തിൻ്റെ വിശേഷത. ഒത്തിരിയുണ്ട് സുവിശേഷത്തിൻ്റെ വിശേഷത. ഇന്ന് ഞാൻ വളരെ ശാന്തമായിട്ട് ലളിതമായിട്ടാണ് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷ. മനസ്സിലാകുന്നില്ലേ? ഇല്ലേ? ഇല്ലേ? മനസ്സിലാകുന്നില്ലേ മോളെ? നല്ല ഇല്ലേ? എന്നെ ഒരു സങ്കടം. മനസ്സിലാകുന്നില്ലേ? മനസ്സിലാകാത്ത പോലെ ഇരിക്കുന്നു മോനോ. അപ്പം ഇന്ന് വളരെ ലളിതമായിട്ടാണ് പറയുന്നത്. അപ്പം ശ്രദ്ധിക്കുക. അടുത്തത്, എന്താണ് സുവിശേഷത്തിൻ്റെ വിശേഷത. സുവിശേഷത്തിന് വിശേഷത ധാരാളമുണ്ട്. അതും തൊട്ട് പോകാം, എല്ലാം ഒന്നും പറയുന്നില്ല. ഒന്ന്, സുവിശേഷം നമ്മെ രക്ഷിക്കും. റോമാലേഖനം 1:16 പെട്ടെന്ന് വായിക്കണം. റോമാലേഖനം 1:16. സുവിശേഷത്തെ കുറിച്ച് എന്തോ അവിടെ വർത്താനം പറയുന്നു. എന്നെ മതി, ഇന്നിപ്പോൾ ഇങ്ങനെ പോട്ടെ, നാളെ നമുക്ക് റെഡിയാക്കാം. പിന്നെ ക്ഷമിക്കണമെന്നല്ലേ ഇപ്പോഴും പറഞ്ഞത്. പിന്നെ നിങ്ങൾ സമാധാനപ്പെടും, നാളെ നമുക്ക് റെഡിയാക്കാം. മോനിഞ്ഞു പോവാം, അവിടെ ഇരിക്കും, നമുക്ക് നാളെ ശരിയാകും. അല്ല, ഞാനങ്ങ് ക്ഷമിക്കുക. നാളെ നമുക്ക് റെഡിയാക്കാം, കുഴപ്പമില്ല. മോൻ ഭാരപ്പെടാതെ അവിടെ ഇരിക്കും. മോൻ രക്ഷിക്കപ്പെട്ടതല്ലേ? അപ്പം പിന്നെ അവിടെ ഇരുന്നു. ഞാൻ പറയുന്നു, ഒക്കുന്നുണ്ടോ എന്ന് നോക്ക്. നിങ്ങൾ രണ്ടും കൂടെ അവിടെ ഇരുന്ന് എന്നാ എടുക്കുക? ഇത് കേൾക്കും, നല്ല കാര്യമാണ് പറയുന്നത്, സുവിശേഷം. പിന്നെ ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്ത് നരകത്തിൽ പോകരുത്. ഓപ്പറേഷൻ അപ്പം കുറഞ്ഞാലും അങ്ങ് നിത്യതയെ കാണണം. ഇത് 2-3 പേരുണ്ടോ? കൊള്ളാം, 3-4 പേരുണ്ടോ? നിങ്ങളെല്ലാം ഇവിടെ നോക്കട്ടെ, ആരൊക്കെ കക്ഷികളാര്. മോനെ ഇത് കേൾക്കണേ, നല്ല കാര്യമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത. ഒന്ന്, സുവിശേഷം നിന്നെ രക്ഷിക്കും. മോളെ ഒന്നുകൂടെ ആ വാക്യം വായിച്ചേ. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അപ്പൊ ശ്രദ്ധിച്ചേ, അത് രക്ഷയ്ക്കായി ദൈവശക്തിയ എന്ന് പറഞ്ഞാൽ സുവിശേഷം രക്ഷിക്കും. ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കും, നിന്റെ കുടുംബത്തെ രക്ഷിക്കും, കുടുംബാംഗങ്ങളെ രക്ഷിക്കും, ദേശത്തെ രക്ഷിക്കും, സകല മനുഷ്യനെയും രക്ഷിക്കും. അങ്ങനെ എഴുതിയിരിക്കുന്ന സുവിശേഷം രക്ഷിക്കുന്നതാ. സകല മനുഷ്യർക്കും രക്ഷാകരമായത്, സകല മനുഷ്യർക്കും. അപ്പോൾ ഒന്ന്, സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാണ്. 2, സുവിശേഷത്തിൻ്റെ വിശേഷത, ഇത് സമാധാനം തരുന്ന മാർഗമാണ്. എഫേസ്യ ലേഖനം 6:14-15 തിരുവെടുത്ത് വായിക്കാം. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പ്. അപ്പൊ നിങ്ങൾ ആ പദം കണ്ടോ? സമാധാന സുവിശേഷം. എൻ്റെ പ്രിയരെ, സുവിശേഷത്തിന്റെ 2ാമത്തെ വിശേഷത, ഇത് സമാധാനം തരും. ഇന്ന് രാത്രി ഈ പന്തലിലോ സമീപ സ്ഥലങ്ങളിലോ ഭവനങ്ങളിലോ ഈ ശബ്ദപരിധിയിൽ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും സമാധാനമില്ലാതെ പ്രയാസപ്പെടുന്നെങ്കിൽ നിരാശപ്പെടേണ്ട. യേശു സമാധാനം തരും. നമ്മുടെ കുറുവാക്യത്തെ തന്നെ യേശുവിൻ്റെ വിശേഷത എഴുതിയിരിക്കുന്നത് സമാധാന പ്രഭുവാണ്. അപ്പം അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആ സമാധാന പ്രഭു നമ്മുടെ നടുവിലുണ്ട്. സമാധാനമില്ലാതെ ആരെങ്കിലും പ്രയാസപ്പെടുന്നെങ്കിൽ നിരാശപ്പെട്ടു പോകരുത്. സമാധാന പ്രഭുവാകുന്ന യേശു ഇന്ന് രാത്രി സമാധാനം തരും. ആ സമാധാനത്തിനുള്ള വിശേഷത സകല ബുദ്ധിയും കവിയുന്ന സമാധാനമാണ്. അതെന്തും വേണ്ടവാന്ന് ചോദിച്ചാൽ പ്രവാചകൻ പറയാൻ നദി പോലെ ഒഴുക്കിത്തരും. അപ്പോൾ സുവിശേഷത്തിൻ്റെ 1ാമത്തെ വിശേഷത, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. 2, ഇത് സമാധാനം തരും. 3, ഇത് മാനുഷികമല്ല സുവിശേഷം. ഗലാത്യ ലേഖനം 1:11 പെട്ടെന്ന് വായിരും.
ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. അറിവുള്ള വാക്യമെങ്കിലും വായിച്ചു. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം, സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല, മാനുഷികമല്ല. മതി. അപ്പോൾ സുവിശേഷം മാനുഷികമല്ല. മാനുഷികമായിരുന്നെങ്കിൽ ഇതെന്നേ തകർന്നു പോയേനും. മാനുഷികമായിരുന്നെങ്കിൽ ഇത് മാനുഷികമല്ല. ഇത് നമ്മുടെ നൂണ്ടിയ സഭയിൽ നൂണ്ടിയ. അപ്പോൾ ഈ സഭയുടെ സ്ഥാപകനാ പാസ്റ്റർ വി.എ. തമ്പി അവർ കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ സഹധർമ്മണി മറിയാമ്മ തമ്പി. അപ്പോൾ വി.എ. തമ്പിച്ചനെ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയ ആളാണ്. വളരെ പ്രതികൂല സഹിച്ചായ ഇറങ്ങിയത് ഈ മാർഗത്തിൽ വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ പലരും ഇപ്പോഴും ഉണ്ട്, ചിലർ കടന്നുപോയി. അപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നയാളാണ്. ഒത്തിരി ഉപദ്രവങ്ങളും ആക്ഷേപവും പരിഹാസവും ഒക്കെ സഹിച്ച് പട്ടിണിയൊക്കെ കിടന്നയാളാണ്. ഇത് മാനുഷികമായിരുന്നേ അന്നേ തീർന്നേന്. ഇപ്പോൾ സന്തോഷത്തോടെ പറയട്ടെ, മാനുഷികമല്ലാഞ്ഞതുകൊണ്ട് എത്രയോ സഭകളുണ്ടായി, എത്രയോ ശുശ്രൂഷകന്മാർ ഈ മാർഗത്തിൽ വന്നു, ബൈബിൾ സ്കൂൾ നടത്തി. കർത്താവിൻ്റെ ദാസി മറിയാമ്മ തമ്പി അതിന് വലിയ പുള്ളിക്കാരുടെ ദൈവം തമ്പുരാൻ കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി കഴിഞ്ഞാൽ മറിയാമ്മ തമ്പിയെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചു. ഞാൻ ചിലരോടൊക്കെ ഇടപെട്ടിട്ടുണ്ട്. ചിലർക്ക് പുള്ളിക്കാരിയെ ഇഷ്ടമല്ല. പുള്ളിക്കാര്യം വേറെയാണെന്നാണ് പറയുന്നത്. അങ്ങനത്തെ സുഖമുള്ളവന്മാരും ഉണ്ട് ഇതിനകത്ത്, ഉണ്ട്. പക്ഷേ ആ കർത്തൃദാസി വളരെ അയ്യോ എന്ന് നോക്കുന്നുള്ള കാര്യം ഒന്നും പേടിക്കാനൊന്നും എല്ലായിടത്തും ഉണ്ടല്ലോ, ഈ ഉണ്ട്. അപ്പോൾ ആ ദൈവരാശി വളരെ കൃപാവരമുള്ള, പ്രാർത്ഥിക്കുന്ന, പ്രവചനാത്മാവി നിറഞ്ഞ് വളരെ പ്രവർത്തിച്ചൊരു ദൈവരാശിയാണ്. സഹോദരിമാരുടെ കൂട്ടത്തിൽ വളരെ അധ്വാനിച്ച കർത്തൃദാസിയാണ്. അപ്പോൾ അവർ രണ്ടുപേരും നന്നായിട്ട് പ്രവർത്തിച്ചു. ആരംഭകാലത്ത് ഈ ബഹുമാനപ്പെട്ട മൺമറഞ്ഞ തമ്പിച്ചായ ഒത്തിരി പ്രതികൂലം സഹിച്ചതാണ്. ഇത് മാനുഷികമായിരുന്നെങ്കിൽ അന്നേ നിന്നേന്. ഞൂണ്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ. ഇത് ദൈവീകമാണ്. ഇത് മാനുഷികമായിരുന്നെങ്കിൽ എന്നേ തകർന്നു പോയതിന് സുവിശേഷം. ഇത് അമേരിക്കക്കാരുടെ കണ്ടുപിടുത്തമല്ല സുവിശേഷം. കുക്കു സാഹിബിൻ്റെതല്ല, ഉണ്ണുണ്ണി സാറിൻ്റെതുമല്ല. സ്തോത്രം. ഇത് TPM-ൻ്റെ സ്ഥാപകൻ പോളിൻ്റെതുമല്ല. ഇത് സർവ്വജനായ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആട്ടെ, വിവരിക്കുന്നില്ല. അപ്പോൾ സുവിശേഷം മാനുഷികമല്ല, ഇത് ദൈവീകമാണ്. അപ്പോൾ സുവിശേഷത്തിൻ്റെ വിശേഷത: 1, ഇത് രക്ഷിക്കുന്ന മാർഗം; 2, സമാധാനം തരുന്ന മാർഗം; 3, ഇത് മാനുഷികം അല്ല; 4, സുവിശേഷത്തിൻ്റെ 4-ാമത്തെ വിശേഷത, ഇത് ദൈവം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാണ്. അടുത്ത കാലത്തൊന്നും ആരും കണ്ടുപിടിച്ചതല്ല. സർവജ്ഞനായ ദൈവം തമ്പുരാൻ മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തു. ഒരു വാക്യം വായിച്ചേ, റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-2. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം. അപ്പൊ ശ്രദ്ധിച്ചേ, പ്രവാചകന്മാർ മുഖാന്തരം ദൈവം തമ്പുരാൻ മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാണ് സുവിശേഷം. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇത് മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാണ്. ഒരു ചെറിയ ഉദാഹരണം വചനത്തിൽ കൂടെ, ചെറുത്. നാളെയാ വലുത്, ഇന്ന് ചെറുതാ. ഒരു ചെറിയ ഉദാഹരണം. ഈ വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, ഇത് മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ സുവിശേഷം. സുവിശേഷം യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് പിറക്കുന്നതിന് മുൻപേ ദൈവം തമ്പുരാൻ വാഗ്ദത്തം ചെയ്തു വച്ചിരിക്കുക. എന്തുവാ വാഗ്ദത്തം ചെയ്തത്? നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലൊരു പ്രയോഗമുണ്ട്, സ്ത്രീയുടെ സന്തതി. ഇല്ലേ മോളെ? വായിച്ചു. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും. അവളുടെ സന്തതി, സ്ത്രീയുടെ സന്തതി. അപ്പൊ
അപ്പൊ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ സ്ത്രീയുടെ സന്തതി ഒരു പരാമർശമേ ഉള്ളൂ. ഈ ലോകത്തിൽ എത്രയോ സ്ത്രീകളുണ്ട്. എവിടെല്ലാം സ്ത്രീകളുണ്ട്. പലസ്തീനിലുണ്ട്, ഈജിപ്തിലുണ്ട്, കേരളത്തിലുണ്ട്, മറ്റ് രാജ്യങ്ങളിലുണ്ട്. സ്ത്രീകൾ ധാരാളമുണ്ട്. പക്ഷെ ഒറ്റ പരാമർശമേ ഉള്ളൂ, സ്ത്രീയുടെ സന്തതി. ഏത് സ്ത്രീയുമാകാം, ഏത് നാട്ടുകാരിയാകാം. അപ്പൊ ലോകത്തിലുള്ള സ്ത്രീകളെല്ലാം ആകാംക്ഷാഭരിതരായിട്ടിരിക്കുക, സ്ത്രീയുടെ സന്തതി വരും. അവൾ കുറെ കൊല്ലം കഴിഞ്ഞപ്പോൾ ദൈവം അത് ക്ലിയറാക്കി അവൾ ഏത് സ്ഥലക്കാരിയാണ്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിക്കാം. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല, തൊട്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഞാൻ ചത്തുപോകോ? വായിക്കുക. ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ. നിന്റെ സന്തതി കണ്ടോ? അപ്പോൾ ഇത് അബ്രഹാമിനോടാ പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അബ്രഹാമിനെ ദൈവം പരീക്ഷിക്കുക. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞു സ്ത്രീയുടെ സന്തതി. ഏത് സ്ത്രീയുമാകാം, ഏത് നാട്ടുകാരിയാകാം. അപ്പൊ കുറച്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ സംശയിക്കേണ്ട, അത് കുറച്ചുകൂടെ ക്ലിയർ ആക്കി. ഏതാണ്ട് 2000 കൊല്ലം കഴിഞ്ഞപ്പോൾ അബ്രഹാമിനോട് ദൈവം പറയുകയാ, അബ്രഹാമേ നിന്റെ സന്തതിയാ. സന്തതി എന്ന അനേകനെ പറ്റിയല്ലേ, ഏകനെ പറ്റിയാ. അത് നസറയനാകുന്ന യേശുക്രിസ്തുവാ. അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആക്കി, സ്ത്രീയുടെ സന്തതി വരും. കാരണം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ. സ്ത്രീയുടെ സന്തതി ക്രിസ്തുവേശു വരും. അതെവിടുന്ന്? അബ്രഹാമിൻ്റെ കുടുംബത്തിൽ നിന്ന്. മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തു, അബ്രഹാമിൻ്റെ കുടുംബത്തിൽ നിന്ന്. ഇനി അത് കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ പിന്നെയും ക്ലിയർ ആക്കി. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. 49:10. അവകാശമുള്ളവൻ വരുവോളം. അവകാശമുള്ളവൻ വരും. അപ്പോൾ 49-ൽ യാക്കോബാ ഇത് പറയുന്നത്. അവകാശമുള്ളവൻ വരും. അത് എവിടുന്ന് വരും? 8-ാം വാക്യം. യഹൂദ. അപ്പോൾ ഇത് എവിടുന്ന് വരുമെന്ന് ചോദിച്ചാൽ യഹൂദ ഗോത്രത്തിൽ നിന്ന് വരും. ദൈവം ഇങ്ങനെ മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ സ്ത്രീയുടെ സന്തതി 22 വന്നപ്പോൾ ക്ലിയർ ആക്കി, അബ്രഹാമിന്റെ കുടുംബത്തിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ കുറച്ചുകൂടെ വർഷം കഴിഞ്ഞപ്പോൾ ക്ലിയർ ആക്കി, അബ്രഹാമിന്റെ കുടുംബത്തിൽ എന്ന് പറയുമ്പം അബ്രഹാമിന് ഇഷ്ടം പോലെ പിള്ളേരുണ്ട്. ഒരുത്തനാണ് ഇഷ്മായേൽ. അവനെ പറ്റി എഴുതിയേക്കുന്ന കാട്ടുകഴുതയ്ക്ക് ഈ തുണി വലത്തോട്ട് കൊടുക്കുമ്പോൾ അവന്മാരത് കൊണ്ടുവന്നു. അതൊന്നും ലൈവ് വിടുകയല്ല. അപ്പോൾ അബ്രഹാമിന് തലമുറകൾ പല നിലകളിലാണ്. ഇശ്മയേൽ, പിന്നെ ഇസഹാക്ക്. ഇത് കൂടാതെ വേറെ ഉണ്ട് അബ്രഹാമിന്റെ തലമുറ. ഉൽപ്പത്തി പുസ്തകം 25-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ അവിടെ 6 സന്തതിയെ കാണുന്ന. കെതൂറയിൽ കൂടി അതിന്റെ കെതൂറയ്ക്ക് മക്കൾ ജനിച്ചു. അവ ആരെന്നാൽ വായിച്ചേ. സിമ്രാൻ, യൊക്ഷൻ, മെഥാൻ, മിദ്യാൻ. അപ്പൊ 6 അപ്പൊ അബ്രഹാമിന് ധാരാളം സന്തതിയുണ്ട്. അതുകൊണ്ട് തെറ്റിദ്ധാരണ വരാതിരിക്കാൻ ദൈവം ക്ലിയർ ആക്കി, അബ്രഹാമിന് ഇസഹാക്കിൽ നിന്ന് യാക്കോബ് ഉണ്ടാകും. യാക്കോബിന്റെ സന്തതിയിൽ യഹൂദയിൽ നിന്ന് അവകാശമുള്ളവൻ വരുന്നത്. യഹൂദ. യാക്കോബിനും പിള്ളേര് ധാരാളമുണ്ട്. 12 ആൺപിള്ളേരും 1 പെൺകുട്ടി. അപ്പൊ അത് ക്ലിയർ ആക്കി, യാക്കോബിന്റെ തലമുറയിൽ യഹൂദയിൽ നിന്ന് വരും. ഇനി യഹൂദയ്ക്ക് തന്നെ തലമുറ ധാരാളമുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ ക്ലിയർ ആക്കി വായിച്ചേ. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. യെശയ്യാവ് 11:1. എന്നാൽ ഇശ്ശായിയുടെ കുറ്റിയിൽ അപ്പൊ ഇശ്ശായിയുടെ കുറ്റിയിൽ നിന്നാണ് ഇത് വരുന്നത് എന്ന് പറഞ്ഞ ഇശ്ശായിയുടെ കുടുംബത്തിൽ നിന്നാണ് ഈ സന്തതി വരുന്നത്. അപ്പോൾ ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ സ്ത്രീയുടെ സന്തതി അത് 22 വന്നപ്പോൾ അബ്രഹാമിന്റെ കുടുംബത്തിൽ നിന്നായിരിക്കും. അത് 49 വന്നപ്പോൾ യാക്കോബിന്റെ കുടുംബത്തിൽ നിന്നായിരിക്കും. അത് യാക്കോബിൽ തന്നെ യഹൂദ ഗോത്രത്തിൽ നിന്നായിരിക്കും. യഹൂദയിൽ തന്നെ പറഞ്ഞു ഇശ്ശായിയുടെ കുറ്റിയിൽ നിന്ന്.
ഏതാ ഇശായിയുടെ കുറ്റി? രൂത്തിന്റെ പുസ്തകം 4:18 വായിച്ചേ. രൂത്ത് 4:18. ഫേരസിന്റെ വംശപാരമ്പര്യമാവത്. ഒന്നുകൂടെ വായിച്ചേ മോളെ. ഫേരസിന്റെ വംശപാരമ്പര്യമാവത്. പേരേസിന്റെ വംശപാരമ്പര്യമാവിത്. പേരേസ് ആരാ മോളെ? പേരേസ് പേരേസ് ആരെങ്കിലും ആട്ടെ, യോഗം പെട്ടെന്ന് നിർത്താനുള്ളതിന്. അപ്പോൾ യഹൂദയ്ക്ക് താമാറിൽ ജനിച്ച തലമുറയാണ് പേരേസ്. അതാ പേരേസിന്റെ കുടുംബം അതവിടെ കൊടുത്തിരിക്കുന്നത്. ആദാം മുതൽ നോഹ വരെ 10 തലമുറ, നോഹ മുതൽ അബ്രഹാം വരെ 10 തലമുറ, അബ്രഹാം മുതൽ ദാവീദ് വരെ 14 തലമുറ, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14 തലമുറ, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 തലമുറ. അപ്പം അബ്രഹാം മുതൽ എണ്ണിയാൽ, ആദാം മുതൽ എണ്ണിയാൽ ആദാം, ഷേത്ത്, ഏനോഷ്, കേനാൻ, മഹലേൽ, യാരദ്, ഹാനോക്ക്, മധൂശലേക്ക്, ലാമക്ക്, നോഹ. നോഹയ്ക്ക് 3 മക്കൾ, ഷേം, ഹാം, യാവത്ത്. അതിൽ ഷേമിൻ്റെ വംശത്തിൽപ്പെട്ടത് അബ്രഹാം. ഷേമ്, അർപ്പഷാദ്, രയൂബ്, ഷരൂഗ്, പെലേഗ്, അങ്ങനെ താഴോട്ട് വന്നിട്ട് നാഗോർ, തേരഗ്, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യഹൂദയുടെ മകനാണ് പേരേസ്. ഇനി രൂത്തിന്റെ പുസ്തകം 4:18 വായിരും. ഫേരസിന്റെ വംശപാരമ്പര്യമാവിത്. പേരേസിന്റെ വംശപാരമ്പര്യമാവിത്. ഫേരസ് ഹെസ്രോനെ ജനിപ്പിച്ചു. പേരേസ് ഹെസ്രോനെ ജനിപ്പിച്ചു. ഹെസ്രോൻ അരാമിനെ ജനിപ്പിച്ചു. അരാം അമീനാദാവിനെ ജനിപ്പിച്ചു. അമീനാദാവ് നഗശോനെ ജനിപ്പിച്ചു. നഗശോൻ ഷൽമോനെ ജനിപ്പിച്ചു. ഷൽമോൻ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശ്യായിയെ ജനിപ്പിച്ചു. അതാണ് യെശയ്യാവ് 11 ഇശ്യായിയുടെ കുറ്റിയിൽ നിന്ന്. അപ്പോൾ ശ്രദ്ധിച്ചേ, ഉൽപ്പത്തി 3 സ്ത്രീയുടെ സന്തതി. അത് ഏത് സ്ത്രീയാണെന്ന് സംശയം വരാതിരിക്കാൻ അബ്രഹാമിൻ്റെ കുടുംബത്തിൽ നിന്നായിരിക്കും. അത് കുറച്ചുകൂടെ ക്ലിയറാക്കി യാക്കോബിൻ്റെ സന്തതികളായിരിക്കും. അത് പിന്നെയും ക്ലിയറാക്കി യഹൂദ ഗോത്രത്തിൽ നിന്നായിരിക്കും. യഹൂദ ഗോത്രത്തിൽ ഇശായിയുടെ കുറ്റിയിൽ നിന്നായിരിക്കും, ഇശായിയുടെ കുടുംബത്തിൽ. ഇനി അത് പിന്നെയും ക്ലിയറാക്കി ഇശായിക്ക് ഇഷ്ടം പോലെ പിള്ളേരുണ്ട്, 3-4 പട്ടാളത്തിലും ഉണ്ടായിരുന്നു. അവൻ്റെയൊക്കെ കുടുംബത്തിൽ നിന്ന് വരാൻ പറ്റുമോ? അപ്പം അതും ക്ലിയറാക്കി. വായിച്ചേ, ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 7-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതി. മതി, ദാവീദിനോടായത് പറയുന്നത്. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടാനിരിക്കുന്ന സന്തതി. അപ്പോൾ ദാവീദിന്റെ കുടുംബത്തിൽ നിന്നാണ് ഇപ്പോൾ യേശു വരുന്നത്. നിങ്ങൾ വിഷയം വിട്ടു പോകരുത്. റോമാലേഖനത്തിൽ വായിച്ചത് ദൈവം തമ്പുരാൻ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം. അപ്പം സുവിശേഷം ഈ ലോകത്തിൽ അവതരിക്കുന്നതിന് മുന്നേ ദൈവം ഇതെല്ലാം വാഗ്ദത്തം ചെയ്ത് വെച്ചിരിക്കുക. അങ്ങനെ വാഗ്ദത്ത പ്രകാരമാണ് യേശു ജനിച്ചത് ഇശായിയുടെ കുറ്റിയിൽ, ഇശായിയുടെ കുടുംബത്തിൽ. അത് ദാവീദിനോട് പറയാ, നിന്റെ സന്തതി. ഇനി മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ ക്ലിയർ ആകും. വായിച്ചു. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. ക്ലിയറായി. അബ്രഹാമിന്റെ പുത്രനായി ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അപ്പോൾ ശ്രദ്ധിച്ചേ, നമ്മുടെ വിഷയത്തിൽ മടങ്ങി വരാം. നിങ്ങൾ വിഷയം വിട്ടു പോകരുത്. ഞാൻ ഇതുവരെ പറഞ്ഞത് എന്നാന്ന് ശ്രദ്ധിച്ചിരുന്നവർക്കറിയാം. എന്താണ് സുവിശേഷം? യേശുക്രിസ്തു. എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാണ് സുവിശേഷം കേൾക്കേണ്ടത്? സകല ജാതികളും കേൾക്കണം. ഇതെങ്ങനെയാണ് പറയേണ്ടത്? ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും. എങ്ങനെയാണ് കേൾക്കേണ്ടത്? ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ. കേൾക്കുന്നവരെങ്ങനായിരിക്കണം? എല്ലാം ക്ഷമിക്കുന്നവരും പൊറുക്കുന്നവരുമായിരിക്കണം. മാത്രമല്ല സുവിശേഷത്തിൻ്റെ വിശേഷത ഇതാ ഇത്രയും പറഞ്ഞേ. ആ വിശേഷതയെ പറ്റിയായി പറഞ്ഞത്: 1, സുവിശേഷം രക്ഷിക്കും. 2, സുവിശേഷം സമാധാനം തരും. 3, സുവിശേഷം മാനുഷികമല്ല. 4, സുവിശേഷം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാണ്. ഇത്രയും ഇപ്പം പറഞ്ഞത് എല്ലാം ഞാൻ പറയുന്ന കാര്യമേ നല്ല തിട്ടമാണ് എനിക്ക്. സ്തോത്രം. സുവിശേഷത്തിൻ്റെ 4ാമത്തെ വിശേഷത ഇത് മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തു. 5, സുവിശേഷത്തിൻ്റെ 5ാമത്തെ വിശേഷത, ഈ സുവിശേഷം എന്നെയും നിങ്ങളെയും ഉയർത്തും. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 11:7 വായിക്കാം. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 11:7. അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങൾക്ക് സൗജന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിന് എന്നെ തന്നെ താഴ്ത്തുകയോ. വായിച്ചേ മോളെ. അല്ലെങ്കിൽ ഞാൻ
ദൈവത്തിന്റെ സുവിശേഷം നിങ്ങൾക്ക് സൗജന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിന് ദൈവത്തിന് മഹത്വം. അപ്പൊ സുവിശേഷത്തിന്റെ അഞ്ചാമത്തെ വിശേഷത, ഈ സുവിശേഷം എന്നെയും നിങ്ങളെയും ഉയർത്തുന്നതാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇന്ന് രാത്രി പറയുന്നൊരു സാക്ഷ്യമുണ്ട്, എൻ്റെ ദൈവം എന്നെ ഉയർത്തി. അപ്പോൾ സുവിശേഷത്തിൻ്റെ വിശേഷത, സുവിശേഷം എന്നെയും നിങ്ങളെയും ഉയർത്തും. സുവിശേഷത്തെ ആര് അംഗീകരിച്ചു, ആര് വിശ്വസിച്ചു, അവരെ എല്ലാം ഇത് ഉയർത്തിയിട്ടുണ്ട്. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന പുസ്തകത്തിലെ വാക്യം. അപ്പോൾ സുവിശേഷം എല്ലാവരെയും ഉയർത്തുന്നതാണ്. ദൈവത്തിന് മഹത്വം. ആട്ടെ, വിവരിക്കുന്നില്ല. 6 സുവിശേഷത്തിൻ്റെ വിശേഷത, ഇത് എന്നെയും നിങ്ങളെയും യോഗ്യമായിട്ട് നടക്കാൻ പഠിപ്പിക്കും. വായിച്ച മോളെ, ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 27. ഫിലിപ്പിയ ലേഖനം 1:27. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ, ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ, നിങ്ങൾ ഏക ആത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം മാത്രം നടപ്പിൻ. അപ്പം സുവിശേഷം ഒരു വ്യക്തിയിൽ വന്നാൽ ആ വ്യക്തി യോഗ്യമായിട്ട് നടക്കും എന്ന് പറഞ്ഞാൽ, നേരത്തെ അടിയും ബഹളവും ഒക്കെ ആയിട്ടുള്ളവർ സുവിശേഷം വിശ്വസിച്ച് കഴിയുമ്പോൾ, ഏറ്റെടുത്ത് കഴിയുമ്പോൾ പിന്നെ വഴക്കിനും വയ്യാവേലിക്കും പോകുകയില്ല, യോഗ്യമായിട്ട് നടക്കും. നേരത്തെ മദ്യപിച്ചവരും പുകവലിച്ചവരും ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവരുമൊക്കെ സുവിശേഷം അകത്ത് ചെല്ലുമ്പോൾ അതെല്ലാം നിർത്തും. ഇതാ സുവിശേഷം യോഗ്യമായിട്ട് നടത്തും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തെറി പറയുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. എന്നാൽ സുവിശേഷം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ അനാവശ്യം പറയുകയല്ല. പിന്നെ അങ്ങനെയുള്ള പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, ഇതൊക്കെ ശീലിക്കുന്നത്. സുവിശേഷം യോഗ്യമായിട്ട് നടക്കും. സുവിശേഷം ഒരു വ്യക്തിയുടെ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവന് വസ്ത്രധാരണത്തിൽ യോഗ്യതയായിരിക്കും. അതൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിള്ളേരുമൊക്കെ യോഗ്യമായിട്ട് വസ്ത്രം ധരിച്ചാൽ വേറെ പുസ്തകം വായിക്കുന്നത്. ഇവിടെയും വലിയ തരക്കേടില്ല. എന്നാൽ ചിലതിനെയൊക്കെ കണ്ടാൽ കാല് പറഞ്ഞ കുറേ എണ്ണമുണ്ട്, ഒത്തിരി ഉണ്ട്. മുടിയും വെട്ടുകയില്ല, വീറും വൃത്തിയായിട്ട് നടക്കുകയില്ല, യോഗ്യമായിട്ട് വസ്ത്രവും ധരിക്കുകയില്ല. അങ്ങനെ അയോഗ്യമായിട്ട് നടക്കുന്ന ഒത്തിരി എണ്ണമുണ്ട്. അതിൻ്റെ ഒന്നും അകത്ത് സുവിശേഷം കയറിയിട്ടില്ല. എന്നാൽ സുവിശേഷം ഒരു വ്യക്തിയുടെ അകത്ത് വന്നാൽ അവൻ യോഗ്യമായിട്ട് നടക്കും. അവനെ ആരും നിർബന്ധിക്കുകയൊന്നും വേണ്ട. ഇതകത്തോട്ട് കയറുമ്പോൾ അവന് പരിശുദ്ധാത്മാവ് പ്രേരണ കൊടുക്കും യോഗ്യമായിട്ട്. അവിടെ വിവരിക്കുന്നില്ല. അപ്പോൾ സുവിശേഷത്തിൻ്റെ 6ാമത്തെ വിശേഷത, ഇത് നമ്മളെ യോഗ്യമായിട്ട് നടത്തും. 7 കാര്യം പറയാം, എല്ലാം 7. അപ്പോൾ 7ാമത്തെ കാര്യം, സുവിശേഷത്തിൻ്റെ വിശേഷത, ഇത് പ്രത്യാശ തരുന്നതാണ്. കൊലോസ്യ ലേഖനം 1:3 വായിച്ചോ മോളെ. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുൻപ് കേട്ടതായി, സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുൻപ് കേട്ടതായി, സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ മതി. അപ്പൊ സുവിശേഷത്തിന്റെ 7ാമത്തെ വിശേഷത, ഇത് പ്രത്യാശ തരുന്നതാണ്. ഇരിപ്പ് കണ്ടിട്ട് യാതൊരു പ്രത്യാശയില്ല. മഴയായതുകൊണ്ടായിരിക്കും. അപ്പൊ സുവിശേഷം നമുക്ക് പ്രത്യാശ തരും. ഒത്തിരി കാര്യം പറയാനുണ്ട് പ്രത്യാശയെ പറ്റി. ജീവനുള്ള പ്രത്യാശ എന്നൊക്കെ ആ പുസ്തകത്തിൽ വാക്യം, ജീവനുള്ള പ്രത്യാശ. അപ്പോൾ ഈ പ്രത്യാശയുടെ വിശേഷത എന്താ? നമ്മുടെ പ്രത്യാശ, ഒന്ന്, നമ്മുടെ കർത്താവ് തിരിച്ചു വരും. വളരെ യോഹന്നാൻ അത് ക്ലിയറാക്കി പറഞ്ഞല്ലോ. യേശു തന്നെ പറഞ്ഞൊരു വാക്യം, യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം വായിക്കണം. യോഹന്നാൻ 16:28. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന്, യേശു പറയുക, ഓരോരുത്തർക്ക് സംശയം ഉണ്ടാകരുത്. അതിന് കർത്താവ് വളരെ ക്ലിയറായി പറഞ്ഞേച്ചാ പോയത്. എന്താ യേശു പറഞ്ഞത്? ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഓരോരുത്തർക്കും തെറ്റിദ്ധാരണ വേണ്ട. പുള്ളി എവിടുന്നാ വന്നത്, എന്തുവാ, എങ്ങനെ, ഒന്നും വേണ്ട. ക്ലിയറാക്കി. യേശു അങ്ങനെ എല്ലാം ക്ലിയറാക്കും. കർത്താവ് പറയാ, ഞാൻ പിതാവിൻ്റെ
അടുക്കൽ നിന്ന് പുറപ്പെട്ടു. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു. ലോകത്തിൽ വന്നിരിക്കുന്നു. അടുത്തത് പിന്നെയും ലോകത്തെ വിട്ട് പിന്നെ ലോകത്തെ വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുന്നു. എങ്ങനെയുണ്ട്? എത്ര ക്ലിയർ ആക്കിയ. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, ഇപ്പൊ ലോകത്തിലുണ്ട്, അധികം താമസിക്കാതെ ലോകം വിട്ട് അങ്ങോട്ട് ചെല്ലും. ഇനി 14:3 വായിച്ചു, അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആകും. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ, അപ്പൊ അങ്ങോട്ട് പോയി അവിടെ ചെന്ന് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എത്ര ക്ലിയർ ആയിട്ടാ പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ ക്ലിയർ ആയിട്ട് പറഞ്ഞ ഒരു നേതാവും ഇല്ല. പോയ സ്ഥലം പോലും അവർക്കറിയാൻ മേല. നമ്മൾ ചോദിക്കുക എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടേലും പോട്ടെന്ന്. അല്ല, അണികളോട് ചോദിക്കുക പുള്ളി എങ്ങോട്ടാ പോകുന്നത്? ആർക്കറിയാം? അവരും കടന്ന് കുഴയുക. പുള്ളി പോയെന്നറിയാം. എടേ എവിടോട്ടാടാ പോയത്? ഞങ്ങളോട് ചോദിക്കരുത്. അതിന് നീ പുള്ളിയുടെ കൂടെ കൊടിയും പിടിച്ച് നടന്നതല്ല. കൊടിയൊക്കെ പിടിച്ചെങ്കിൽ എങ്ങോട്ടാ പോയതെന്ന് ഒന്ന് അടുത്ത് നീ എങ്ങോട്ട് പോ, അതൊന്നും പറയാറോ ഒക്കത്തില്ല. എന്നാൽ നമ്മുടെ പ്രത്യാശ എന്തുവാ? നമ്മുടെ കർത്താവ് എങ്ങോട്ട് പോയെന്നറിയാം, തിരിച്ചു വരുമെന്നറിയാം, നമ്മളും അങ്ങോട്ട് പോകുമെന്നറിയാം. സ്തോത്രം. താൻ ഇരിക്കുന്നിടത്ത് നമ്മളെ കൊണ്ട് ഇരുത്തും. മാത്രമല്ല നമ്മൾ അവനെ കാണും. അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. എന്തോ പ്രത്യാശ, നല്ല പ്രത്യാശയാ. ആട്ടെ, നമ്മുടെ പ്രത്യാശ യേശു ക്രിസ്തു വീണ്ടും വരും നമ്മെ ചേർക്കാൻ. ആ കാര്യം ആ തെസ്സലോനിക്ക ലേഖനം 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള തിരുവെടുത്ത്. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന യേശു മരിക്കുകയും ജീവിച്ചതിന് വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവനെ യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നതിനായി നാം അവർക്ക് മുൻപാകയില്ല എന്ന് വായിച്ചേ. ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവം, ഇതൊക്കെ അറിയാവുന്ന വാക്യമായിട്ട് വായിപ്പിക്കുന്നില്ല. അപ്പോൾ 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെ ഈ നമ്മുടെ പ്രത്യാശ അവിടെ അത്രയും വാക്യത്തിനകത്ത് പ്രധാനമായിട്ട് 4 കാര്യം. ഈ 4-ാം അധ്യായം നമ്മുടെ പ്രത്യാശയാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ, എനിക്ക് തൊണ്ട അങ്ങ് പോകുന്നു മോനെ, മൈക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് തൊണ്ട അങ്ങ് അടയുകയും ചെയ്യുന്നു. എൻ്റെ കുഴപ്പമുണ്ട്, എൻ്റെ തൊണ്ട അത്ര നല്ലതല്ല. സമയം എന്തുവായി? 9 ആയോ? എന്നാൽ മതി, ബാക്കി നാളെ പറയാം. പ്രധാനപ്പെട്ട കാര്യമെല്ലാം പറഞ്ഞു. പിന്നെ നന്നാകാനാന്ന് ഇതൊക്കെ മതി, ഗുണമാകാനാന്നെങ്കിൽ. മോനെ വീഡിയോ എടുക്കുന്ന മോനെ, നിന്റെ പേരെന്തുവാണ്? വീഡിയോ എടുക്കും. നീ രക്ഷിക്കപ്പെട്ടതാണോ? ഇതെല്ലാം എടുത്തേച്ച് നീ നരകത്തിൽ പോകരുത്. പുറകെ അത് കമ്പ്യൂട്ടറിലിരിക്കുന്ന ആരാ മോനെ? ദൈവദാസിയ. അപ്പോൾ നീ രക്ഷിക്കപ്പെടണം. മൈക്ക് സെറ്റുകാർ എവിടെ നിന്ന് വർത്താനം രക്ഷിക്കപ്പെടണം. യേശു ആ ദൈവം കേട്ടോ. യേശു ക്രിസ്തുവിൽ കൊണ്ട് ഉറങ്ങുന്നു. യേശു ക്രിസ്തു ദൈവമാ, ഏകദൈവമാ, സത്യദൈവമാ. മൈക്ക് സെറ്റ് നന്നായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടണം. യേശു മാത്രമാ ദൈവം. നീ വീഡിയോ എല്ലാം എടുത്ത് വെച്ച് നരകത്തിൽ പോകരുത് കേട്ടോ. യേശു ക്രിസ്തു ഏകദൈവമാ. മൈക്ക് അവിടെ ഇതുമായിട്ടിരിക്കുന്ന മോൻ രക്ഷിക്കപ്പെട്ടതല്ലേ? അപ്പം എന്നെ കുഴപ്പമില്ല. സ്തോത്രം. പാട്ട് എല്ലാവരും രക്ഷിക്കപ്പെട്ടതല്ലേ? ഇപ്പോൾ അതൊക്കെ ചോദിക്കണ്ട. പാട്ടുകാരൊക്കെ രക്ഷിക്കപ്പെടാത്തവരുണ്ട്. നിന്നിങ്ങനെ പാടുന്നേ ഉള്ളു മിക്കതും. ഇതെല്ലാം പിന്നെ വലിയ കുഴപ്പം. രക്ഷിക്കപ്പെട്ടു എന്നെ ഒരു സന്തോഷം. രക്ഷിക്കപ്പെട്ടതല്ലേ? പിന്നെ ഇപ്പം അങ്ങനെയൊക്കെ ചോദിക്കേണ്ട ഗതികേടായി വന്നേക്കുന്നത്. അപ്പം അതുകൊണ്ട് സുവിശേഷത്തിൻ്റെ വിശേഷത ഇത് പ്രത്യാശ തരുന്ന മാർഗമാണ്. ആ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 18 വരെ പഠിക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ട് 4 കാര്യമാണ്. 1, ഒരു മടങ്ങിവരവ്. 2, ഒരു ഉയർപ്പ്. 3, ഒരു രൂപാന്തരം. 4, സമാഗമം. വിശദീകരിക്കാൻ ഇന്ന് തുനിയുന്നില്ല, ഒറ്റ വാക്യം പറഞ്ഞു വിടാം.
ഒന്ന്, മടങ്ങി വരവ്, യേശു വീണ്ടും വരും. 2, ഒരു ഉയർപ്പ്, അതാ നമ്മുടെ പ്രത്യാശ. നമ്മെ വിട്ട് മൺമറഞ്ഞ വിശുദ്ധന്മാർ ഒരു ദിവസം ഉയർക്കും. 3, രൂപാന്തരം. എങ്ങനെ? കർത്താവിൻ്റെ വരവിനായി നോക്കി പാർക്കുന്ന വിശുദ്ധന്മാർ കാകണം ധ്വനിക്കുമ്പോൾ രൂപാന്തരപ്പെടും. ആര്? എല്ലാവരും ഒന്നും രൂപാന്തരപ്പെടുകയല്ല. മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് കൂട്ടായ്മ ആചരിച്ച് തിരുമേശികെടുത്ത് ഓരോ ദിവസവും വിശുദ്ധ ജീവിതം നയിക്കുന്ന, ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം ഉണ്ടാകും. 4, ഉയർത്തു വരുന്ന വിശുദ്ധന്മാരും ജീവനോട് നിന്ന് രൂപാന്തരപ്പെടുന്ന വിശുദ്ധന്മാർ 2 കൂട്ടരും കൂടെ ഒന്നിച്ച് കർത്താവിനെ എതിരേൽക്കും. സങ്കീർത്തനക്കാരൻ കൊടുത്തിരിക്കുന്നത് ഉഷസ്സിൻ്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് പുറപ്പെടുന്നത് പോലെ കോടി കോടി വിശുദ്ധന്മാർ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടും. ഇതാണ് നമ്മുടെ പ്രത്യാശ. എന്നിട്ട് പൗലോസ് പറയുക, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. അതാണ് നമ്മുടെ പ്രത്യാശ. അപ്പോൾ സുവിശേഷത്തിൻ്റെ 7ാമത്തെ വിശേഷത, ഇത് പ്രത്യാശ തരുന്ന മാർഗമാണ്. ഇന്ന് രാത്രി പ്രത്യാശയോടെ വേണം എല്ലാവരും തിരിച്ചു പോകാൻ. ദൈവത്തിൻ്റെ മഹത്വം. വായിച്ച വാക്യത്തോടും ഒരു കൂറ് പുലർത്തി ആ 9ാം അധ്യായത്തിൻ്റെ 6ാം വാക്യമല്ലേ വായിച്ചത്. ഞാൻ ഇത്രയും പറയാൻ കാര്യം യെശയ്യാവ് സുവിശേഷ പ്രവാചകന്, അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. തന്നേൽ ഇത് പറയേണ്ട കാര്യവുമാണ്. നല്ല വാക്യമാണ്. കാലം തികഞ്ഞു, ദൈവരാജ്യം സംഭവിച്ചിരിക്കുന്ന, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ. അപ്പോൾ അതുകൊണ്ടിത് പറയണം. ദൈവത്തിൻ്റെ മഹത്വം. അപ്പോൾ യെശയ്യാവ് ഒരു സുവിശേഷ പ്രവാചകന്. അദ്ദേഹം 9:6 ക്രിസ്തുയേശുവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞ പദത്തിൽ ഒരു പദം യേശു ക്രിസ്തുവിൻ്റെ വിശേഷത അവിടുന്ന് അത്ഭുത മന്ത്രിയാണ്. ഞാൻ നിങ്ങളും ആരാധിക്കുന്ന, നമ്മെ രക്ഷിച്ച് വീണ്ടെടുത്ത് നാം സേവിക്കുന്ന നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശു അത്ഭുത മന്ത്രിയാണ്. ഇവിടെ ധാരാളം മന്ത്രിമാർ വന്നിട്ടുണ്ട്, ഭരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒത്തിരി മന്ത്രിമാർ കഴിഞ്ഞ ദിവസം തോക്കുകയും ചെയ്തു. കേരളത്തിലല്ലേ ഒത്തിരി പേര് തോറ്റു. ഇനിയും ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളത് തർക്കത്തിൽ കിടക്കുക. 3-4 പേര് ഷർട്ടുമൊക്കെ തയ്പ്പിച്ചിരിക്കുക. എങ്ങനെ ആകുമെന്ന് ദൈവത്തിന് അറിയാം. അവർ പറയട്ടെന്നാണ് പറയുന്നത്. അവരൊട്ട് പറയുന്നുമില്ല. ഇനി പറഞ്ഞോന്നറിയത്തില്ല. ഇതുവരെ തീർപ്പായില്ല. ഡൽഹിക്ക് പോകുന്നു, ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു. ഇത് മനുഷ്യൻ കിടന്ന് കുഴയുക. ഇല്ല, മന്ദകാലിനെ പോലെ തൊഴിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുക. തൊഴി നടക്കുന്നില്ല. ഇല്ല, മന്ദമുള്ള കാല് കാണിച്ച് പേടിപ്പിക്കുക. തൊഴിക്കും. അറിയാത്തവൻ്റെ ദൈവം ഈ കാല് കൊണ്ട് തൊഴിച്ചാൽ ഞാനിനി, അപ്പം അറിയാവുന്ന രീതിയായി കാല് പൊങ്ങുന്ന കാലല്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ ധാരാളം മന്ത്രിമാർ ഇവിടെ ഭരിച്ചു പോയിട്ടുണ്ട്. ഇനി പുതിയ മന്ത്രിസഭ രൂപീകൃതമാകാൻ പോകുകയാണ്. പക്ഷേ ഇന്ന് വരെ ഒരത്ഭുത മന്ത്രി ഉണ്ടായിട്ടില്ല. ഇല്ല. 10 കൊല്ലം പിണറായി ഭരിച്ചു. അത്ഭുത മന്ത്രിയാണോ? സത്യം പറ. അല്ല. അതൊക്കെ മുമ്പ് ഉമ്മൻചാണ്ടി ഭരിച്ചു. അത്ഭുത മന്ത്രിയാണോ? ഓ അല്ല. അല്ല, കേരളം രൂപീകരണമായി ഇതിനെ ആദ്യത്തെ മന്ത്രിസഭ EMSൻ്റെ അത്ഭുത മന്ത്രിയൊന്നുമല്ല. കരുണാകരൻ ഭരിച്ചു. അത്ഭുത മന്ത്രിയല്ല. അവരെല്ലാം സാധാ മനുഷ്യരാ, മന്ത്രിമാരാ. പക്ഷേ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അത്ഭുത മന്ത്രിയല്ല. ഇപ്പോൾ ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവർ അത്ഭുത മന്ത്രിയല്ല. അപ്പോൾ ഇവിടെ ആരും അത്ഭുത മന്ത്രിയില്ല, എല്ലാവരും മന്ത്രിമാരാ. പക്ഷേ അത്ഭുത മന്ത്രിയായിട്ട് ഒരുവനേയുള്ളൂ, യേശു ക്രിസ്തു മാത്രം. വിശദീകരിക്കുന്നില്ല. അത്ഭുത മന്ത്രി. വേദപുസ്തകം പഠിക്കുന്ന നിങ്ങൾക്കറിയാം, യേശു ക്രിസ്തുവിൻ്റെ ആദ്യത്തെ അത്ഭുതം കാനാവിലെ കല്യാണ വീട്ടിൽ ക്രിസ്തു പച്ചവെള്ളത്തെ
വീഞ്ഞാക്കി. വായിച്ചേ മോളെ 2:11. ഏത് രണ്ടാന്നായിരിക്കും? യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ അത്ഭുതം പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാനാവിലെ കല്യാണ വീട്ടിൽ യേശു ക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. ചരിത്രത്തിലോട്ടൊന്നും പോകുന്നില്ല, ഒരു ചിന്ത പറഞ്ഞ ഭാഗം അങ്ങ് നിർത്താം. യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ അത്ഭുതമാണ് കാനാവിലെ കല്യാണ വീട്. യേശുവിൻ്റെ അമ്മയും കല്യാണം യോഹന്നാൻ്റെ ആയിരുന്നെന്ന. യോഹന്നാൻ്റെ അമ്മയും സഹോദരികളാണ്. യേശുവിൻ്റെ അമ്മ മറിയയും യോഹന്നാൻ്റെ അമ്മ ശലോമയും. യോഹന്നാൻ്റെ അപ്പൻ്റെ പേര് സബദി, യോഹന്നാൻ്റെ സഹോദരൻ യാക്കോബ്. ഇവർക്ക് ഒരു പേര് കൊടുത്തിട്ടുണ്ട്, ഇടിമക്കൾ. ചില എടുത്തിയാട്ടമൊക്കെ ഉണ്ട്, പക്ഷെ ആ എടുത്തിയാട്ടമെല്ലാം യേശുവിൻ്റെ കൂടെ നടന്നെല്ലാം ഒന്ന് നല്ല പരുവത്തിനായി. അതിന് യേശുവിൻ്റെ കൂടെ വന്നാൽ മതി, എല്ലാം പരുവാകും. സെൻട്രൽ പാസ്റ്ററുടെ കൂടെ നിന്നാൽ പിന്നെയും കുഴയുള്ളൂ. ഓവർസീറുടെ കൂടെ പോയാൽ കസേരയ്ക്ക് പിടിയാ, ബഹളമാണ്. IPC പ്രസിഡന്റിൻ്റെ കൂടെ പോയാൽ അതും പ്രശ്നമാണ്. ഉള്ള കാര്യം. സൂപ്രണ്ട് ഏജിയുടെ കൂടെ പോയാൽ പ്രശ്നമാണ്. സെക്ഷൻ പാസ്റ്റർ കൂടെ പോയാൽ എല്ലാവരും അവനവൻ്റെ കസേര ഉറപ്പിക്കാൻ ഏത് സൂത്രവും ഒപ്പിക്കും. പക്ഷേ യേശുവിൻ്റെ കൂടെ പോയാൽ മതി. യേശുവിൻ്റെ കൂടെ പോകണം. യേശുവിൻ്റെ കൂടെ പോയാൽ എനിക്ക് നിങ്ങൾക്കും അനുഗ്രഹവുമാ, സ്വഭാവം നന്നാകും. സ്തോത്രം, സ്വഭാവം നന്നാകും. അപ്പൊ ഇടിമക്കൾ എന്നാ പേര്, പക്ഷെ ഒത്തിരി ശാന്തമായി കേട്ടോ. ഒരിക്കലും പറഞ്ഞു, കർത്താവ് തീയിറക്കിയാക്കാൻ പറഞ്ഞു. കർത്താവ് പറഞ്ഞു അങ്ങനൊന്നും പറയരുത്, വർത്താനം പറയരുത്. ഒരിക്കൽ ഇവർ അന്ന് യേശുവിനോട് ചെന്ന് പറഞ്ഞു, ഗുരു ഞങ്ങൾ ഇതെല്ലാം പഠിപ്പിക്കണം, എല്ലാ കാര്യവും. അതാ പറഞ്ഞ് അത് സാധ്യമല്ല, എല്ലാ കാര്യവും എൻ്റെ കൂടെ ഇരിക്കുന്നതൊക്കെ അത് പിതാവാണ് നിർണയിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ അമ്മയെ വിട്ടു. അമ്മ എന്ന് പറഞ്ഞു, കൊച്ചമ്മയല്ലേ, 2 പിള്ളേരുണ്ട്, ഒരുത്തൻ നിൻ്റെ ഇടത്തും ഒരുത്തൻ നിൻ്റെ വലത്തും എന്ന് പറഞ്ഞ് ഇച്ചിരി ആഗ്രഹമൊക്കെ ഉണ്ട്, ഒരു കസേരയൊക്കെ കിട്ടിയാൽ കൊള്ളാം. പക്ഷേ യേശുവിൻ്റെ കൂടെ നടന്ന് ഒത്തിരി വ്യത്യാസമുണ്ടായി. അത് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പം ഇത് യോഹന്നാൻ്റെ കല്യാണമാണ്. കല്യാണ വീട് വളരെ സന്തോഷകരമാണ്. പക്ഷേ ഇടയ്ക്ക് വീഞ്ഞ് തീർന്നു. എല്ലാം വിവരിക്കുന്നില്ല, വീഞ്ഞ് തീർന്നു. അപ്പോൾ യേശുവിൻ്റെ അമ്മ, ശുശ്രൂഷക്കാർ വന്ന അമ്മയോട് പറഞ്ഞു, കൊച്ചമ്മേ വീഞ്ഞ് തീർന്നു. അപ്പം മിക്കവാറും നമ്മളെല്ലാം നാണം കെടാനുള്ള സാധ്യതയുണ്ട്. അപ്പം യേശു ഉള്ളത് കൊണ്ട് അമ്മ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, വീഞ്ഞ് തീർന്നെന്ന്. അപ്പോൾ യേശു ക്രിസ്തു അമ്മയോട്, സ്ത്രീയെ എനിക്ക് നിനക്കും തമ്മിൽ എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്ന് വിളിച്ചപ്പോൾ ബന്ധമില്ലെന്നല്ല. നീ എൻ്റെ അമ്മയാ, ഞാൻ നിൻ്റെ മകനാ. പക്ഷേ ഈ ശുശ്രൂഷയുടെ കാര്യത്തിലൊന്നും കൈ കടത്തരുത്. ആവശ്യക്കാർ വീട്ടുകാരാ, അവർ വരട്ടെ. ചുരുക്കി പറഞ്ഞാൽ യേശുവിൻ്റെ അമ്മ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വന്നപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് കാര്യം പറഞ്ഞത്? അതിന് 2 വാക്യങ്ങളൊന്ന് വായിച്ചാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. യേശു ക്രിസ്തു ആരാണെന്ന് അമ്മയ്ക്ക് നല്ല ഉറപ്പുണ്ട്. 2 വാക്യം ഒന്ന് വായിച്ചേ. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യവും അതിൻ്റെ 51-ാം വാക്യവും. മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 51-ാം വാക്യവും വായിച്ചു. പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസ്രത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഈ 2 വാക്യത്തിലും കാണുന്നത് മറിയ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതുകൊണ്ടാ പ്രശ്നം വന്നപ്പോൾ യേശുവിൻ്റെ അടുക്ക വന്നത്. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ആരാണെന്ന് മറിയയ്ക്ക് നന്നായിട്ട് അറിയാം. 1
6-ാം മാസത്തിൽ ഗബ്രിയേൽ മാലാഖ നസറേത്ത് വന്ന് മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, കൃപ ലഭിച്ച വിളയെ നിനക്ക് വന്ദനം. ഇതെല്ലാം പറഞ്ഞു നീ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോവുക. ഉടനെ മറിയ മറുചോദ്യം ചോദിച്ചു, പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ മറുപടി പറഞ്ഞു, പുരുഷൻ്റെ ഇഷ്ടത്താലും മനുഷ്യൻ്റെ ഇഷ്ടത്താലുമല്ല, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ഈ 2 ശക്തികൾ ഉദരത്തിൽ സമ്മേളിക്കുമ്പോൾ നീ ഒരു പുരുഷപ്രജയെ പ്രസവിക്കും. അടുത്ത വാക്യം മത്തായും കൂടെ ചേർത്ത് വായിച്ചാൽ, അവൻ മാനവജനതയെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്ക കൊണ്ടവന് യേശു എന്ന് പേരിടണം. ഈ കാര്യം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പം മറിയയ്ക്കറിയാം അവിടുന്ന് ആരാണെന്ന്. ഒന്ന്, മാനവജാതിയെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് യേശു ക്രിസ്തു. ഈ കാര്യം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇന്ന് രാത്രി നിന്റെ പാപം മോചിക്കാൻ കഴിവുള്ളവനായ യേശു, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തം സകല പാപങ്ങളും പോക്കുന്നതിനെ ശുദ്ധീകരിക്കും. നിങ്ങളുടെ അകൃത്യങ്ങൾ രക്താംബരം പോലെ ഇരുന്നാലും എത്ര കടിച്ചുമപ്പായിരുന്ന ഹിമം പോലെ പഞ്ഞു പോലെ വെളുപ്പിക്കുവാൻ പര്യാപ്തമായ പരിശുദ്ധ രക്തമാണ് യേശു ക്രിസ്തുവിൻ്റെ രക്തം. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാരുടെയും രക്തവും മലിനപ്പെട്ടമേ തെളിക്കുന്ന പശുഭസ്മവും ജഡിക്ക് ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തം. അപ്പോൾ ഈ രക്തത്താൽ പാപമോചനമുണ്ട്. അപ്പോൾ യേശു ക്രിസ്തു ആരാണ്? ഒന്ന്, പാപങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നവൻ. 2, കർത്താവ് ജനിച്ചു. തിരുവെടുത്ത് പറഞ്ഞതുപോലെ മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ദൈവാലയത്തിലോട്ട് പോവുക കുറുപ്രാവുമായിട്ട്. അവിടെ ആണെങ്കിൽ പുരോഹിതന്മാരെല്ലാം കാളയാടിനെ അറക്കുക. പുരോഹിതന്മാർക്കൊക്കെ ഈ വേറുകൃത്യമുണ്ട്. ആ കാളയാടുമൊക്കെ ആയിട്ട് വരുന്നവരെ അവർ കൂടുതൽ നോക്കുന്നത്. കുറുപ്രാവുമായിട്ട് വരുന്നവരെ വലിയ താല്പര്യമില്ല. അന്നും ഇന്നും എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ. കാളയൊക്കെ ആയിട്ട് വന്നാൽ കറിയാച്ചൻ കാളയായിട്ട് എപ്പോഴാണ് വരുന്നതെന്നാണ് നോട്ടം. അപ്പോൾ കറിയാച്ചൻ്റെ കാളയും കറിയാച്ചനും വരുന്നു. അപ്പോൾ ചെറിയാച്ചൻ ആടുമായിട്ട് വരുന്നത്. അപ്പോൾ ഈ പ്രാങ്കുഞ്ഞുമായിട്ട് വന്നാൽ വലിയ താല്പര്യം. കാരണം പ്രാവിൽ നിന്നൊന്നും കിട്ടാനില്ല. ഒരു പിരിയും ഈ ചൂന്നൊരു ശബ്ദമല്ലാതെ പുള്ളിക്കൊന്നും ഒന്നും കിട്ടാനില്ല. പക്ഷേ ആടും കാളയാണെങ്കിൽ ഒരു കുറവ് കിട്ടും, വല്ലതുമൊക്കെ കിട്ടും. അപ്പോൾ ഈ പുരോഹിതന്മാരെല്ലാം നിരനിരയായിട്ട് നിന്ന് ശുശ്രൂഷിക്കുക. അന്നേരമായി യേശു കർത്താവിനെയും കൈകളിൽ എന്തിക്കൊണ്ട് ഔസേപ്പ് പിതാവും അമ്മ മറിയും കൊണ്ട് ദൈവാലയത്തിലോട്ട് വരിക. ഒരൊറ്റ പുരോഹിതന്മാർ പോലും മൈൻഡ് ചെയ്തില്ല. പക്ഷെ അവിടെ ദൈവാത്മ നിയോഗം പ്രാപിച്ച ശിമയോൻ എന്ന ഒരു വന്ധ്യനായ മനുഷ്യൻ ഓടി വന്ന് യേശു കർത്താവിനെ കൈകളിലേക്ക് ഏന്തി ദൈവത്തെ സ്തുതിച്ചു. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കണം. അടുത്ത പദമുണ്ട്, വായിച്ച മോളെ, കണ്ടെങ്കിൽ വായിച്ചേ, നിങ്ങളെടുത്ത് വായിച്ചേ. 2 പേരും തപ്പി ഊപ്പാട് വരിക. യെരൂശലേമിൽ ശിമ്യോൻ എന്ന് പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. എല്ലാം വായിക്കാൻ നേരമില്ല പക്ഷേ ഇപ്പോൾ നാടാ തിരുവചനം പോലെ നീ അടിയനെ സമാധാനം ഇൻവേർട്ടഡ് കോമായിക്കകത്തിട്ടേക്കുന്നത് പെട്ടെന്ന് വായിക്കും. ഇസ്രായേലിന്റെ മഹത്വമായി നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷ എന്റെ കണ്ണ് കണ്ടുകൊള്ളു. ഇപ്പോൾ നാദാ അങ്ങനെ ചേർത്ത് വായിര്. ഇപ്പോൾ നാദാ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. അടുത്ത വാക്യം, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷ. അപ്പോൾ യേശുക്രിസ്തു ആരാ? രക്ഷിതാവാ, നിന്റെ രക്ഷ. ഈ കാര്യവും മറിയ ഹൃദയത്തെ സംഗ്രഹിച്ചു. അപ്പോൾ ദൂതൻ വന്ന് പറഞ്ഞ കാര്യവും സംഗ്രഹിച്ചു, ശിമയോൻ പറഞ്ഞ കാര്യവും സംഗ്രഹിച്ചു. അടുത്തത് ഹന്ന എന്നൊരു പ്രവാചകിയുണ്ട്. ആ അമ്മയും വന്ന് ആത്മാവ് നിറഞ്ഞ് ഈ കുഞ്ഞിനെ പറ്റി ചില കാര്യം പറഞ്ഞു, അതും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എല്ലാം വിവരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. അങ്ങനെ യേശുക്രിസ്തു ആരാണെന്നും എന്തിനാ വന്നെന്നും അവിടുത്തെ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ മറിയയ്ക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ആ പ്രശ്നം രൂക്ഷമായപ്പോൾ മറിയ യേശുവിൻ്റെ അടുക്കൽ വന്നു. കർത്താവ് ആമേൻ അത്ഭുതം ചെയ്തു. പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ആ കുടുംബത്തിൻ്റെ സ്ഥിതിക്കും മാറ്റം വരുത്തി. ആ ദുഃഖഭവനമായി തീരേണ്ടത് നിരാശപ്പെടേണ്ട ഭവനത്തിന് സന്തോഷം പ്രദാനം ചെയ്തു. ഇന്ന് രാത്രി ആ യേശു നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അവിടുന്ന് അത്ഭുതമന്ത്രിയാ. ഒത്തിരി കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ആദ്യത്തെ അത്ഭുതം, കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി.
ദൈവത്തിന് മഹത്വം. തുടർന്ന് അങ്ങോട്ട് പഠിച്ചാൽ എത്ര എത്ര അത്ഭുതമായി യേശു ചെയ്തത്. കുഷ്ഠരോഗിയെ ശുദ്ധമാക്കി, കൂനിയായ സ്ത്രീക്ക് ആമൻ നിവരുവാനുള്ള കൃപ ദൈവം കൊടുത്തു. പക്ഷപാത രോഗികളെ സൗഖ്യമാക്കി, ആമൻ മുടന്തരെ നടത്തി, ഊമർക്ക് സംസാരശേഷി കൊടുത്തു, ചെകിടർക്ക് കേൾവി കൊടുത്തു, മരിച്ചവന്റെ മഞ്ചത്തെ തൊട്ടപ്പോൾ അവൻ ചാടി എണീറ്റു. ഇന്ന് രാത്രി അത്ഭുതമന്ത്രി നമ്മുടെ നടുവിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ അത്ഭുതം ചെയ്യുവാൻ ദൈവം വിശ്വസ്തന. കരമുയർത്തി കർത്താവെ മഹത്വപ്പെടുത്തിയാട്ടെ. അവിടുന്ന് അത്ഭുതമന്ത്രിയ. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിലും നിന്റെ ജീവിതത്തിലും അത്ഭുതം ചെയ്യുവാൻ യേശു വിശ്വസ്തന. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ദൈവം അനുവദിച്ചാൽ ബാക്കി നാളെ നമുക്ക് ദൈവവചനം ശുശ്രൂഷിക്കാം. നിങ്ങളൊക്കെ ഒത്തിരി നേരത്തെ വന്നവരാ. ഇപ്പം തന്നെ സമയം ഒത്തിരി അതിക്രമിച്ചു. 9:40 എൻ്റെ ഈ വാച്ചൊന്നില്ലല്ലോ, ഏറെക്കുറെ അറിയാം. പിന്നെ 9:40 അപ്പം 9:45 ആശീർവാദം പറയും. അപ്പം നാളെ മോനെ എടി മൈക്ക് നാളെ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി തരണം കേട്ടോ. നീ ഒന്നും ഭാരപ്പെടുകയൊന്നും വേണ്ട. നാളെ ഇതെല്ലാം റെഡിയാക്കണം. അപ്പം നാളെ പാട്ട് എന്നെ ഉറങ്ങുമായിരുന്നു. നാളെ പാട്ട് പാടാം. പുള്ളി ഉറങ്ങും, ഞാനിതെല്ലാം മതി ഉമ്മ ഇരിക്കുന്നു. നാളെ എല്ലാം നാളെ ദൈവം അനുവദിച്ചു ഭാര്യയെല്ലാം എടുത്തു. അപ്പം കർത്താവ് അനുവദിച്ച നാളെ നിങ്ങൾ വരുമോ? ഞങ്ങളിതെല്ലാം ഇണക്കി വരുമ്പം ദൈവത്തിന് മഹത്വം. കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ചുറ്റുപാടുകളെ അനുഗ്രഹിക്കട്ടെ. ദൈവദാസന്മാരെ, ദൈവമക്കളെ അനുഗ്രഹിക്കട്ടെ. ക്ഷണിച്ചവർക്ക് നന്ദി. പ്രാർത്ഥനയിൽ ഓർക്ക, അവിടുത്തെ വരവ് താമസിച്ചാൽ നാളെ നമുക്ക് വീണ്ടും ഒന്നിച്ചുകൂടാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ട